ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അവാർഡുകൾ ചോദിക്കും, അതുപോലെ തന്നെ കായികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചുഴലിക്കാറ്റ്, പിന്നെ ഓരോ ഇൻഡെക്സുകൾ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ വരും. 20 മാർക്കിൽ ഒരു 3-4 മാർക്കെങ്കിലും തൊട്ടടുത്ത മാസത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫെബ്രുവരിയിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഒരു ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത്? തേജ് ആണ്. ഈ ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യയാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് തേജ് എന്നാണ്. ഈ തേജ് ചുഴലിക്കാറ്റിന് പേരിട്ടതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഏത്? തൃശൂർ കുന്നംകുളത്താണ്. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ്? തൃശൂരാണ്. സ്കൂൾ കലോത്സവം എവിടെയാണ്? കൊല്ലത്താണ്. തൃശൂരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3-ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാട് ജില്ലാ ടീമാണ്. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3-ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാട് ജില്ലാ ടീമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ചിയാണ്. അരിന്ദം ബാഗ്ചി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ചിയാണ്. യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം 2023 മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് മഹ്സ അമീനിക്കാണ്. ഇറാനില് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച മഹ്സ അമീനി പ്രക്ഷോഭത്തിൽ മരണപ്പെട്ടു. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ 2023 പുരസ്കാരം കിട്ടിയത്, മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടിയത് ആർക്കാണ്? ഇറാനിക്കാരിയായ മഹ്സ അമീനിക്കാണ്. 2023 ഒക്ടോബർ 20 100-ാം പിറന്നാൾ ആഘോഷിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദനാണ്. 2023 ഒക്ടോബർ 20 100-ാം പിറന്നാൾ ആഘോഷിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു സമര നൂറ്റാണ്ട്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 2023 ഒക്ടോബറിൽ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച്. 2023 ഒക്ടോബറിൽ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം ഏത്? ജൂഹി എന്ന ആനയാണ്. ഇതിന് വേദിയായത് റാഞ്ചിയാണ്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജൂഹി എന്ന ആന. ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കി 2023 നടന്നത് റാഞ്ചിയിലാണ്. സഹകരണ ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ നടപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. അപ്പൊ സഹകരണ ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? കോ ബാങ്ക്. അടുത്തിടെ ബാതുക്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ബാതുക്കമ്മ ഏതാണ്? തെലുങ്കാന. ബാതുക്കമ്മ ഏതാണ്? തെലുങ്കാന. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രായേലാണ്. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഈജിപ്തിൽ നടക്കുന്ന ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത്? ഇന്ത്യയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഈജിപ്തിൽ നടക്കുന്ന ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഇന്ത്യയാണ്.
2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏത്? 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അയോധ്യയാണ്. അയോധ്യ. ഇന്റർനെറ്റിന്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇ മോചൻ. ഇന്റർനെറ്റിന്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇ മോചൻ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമയാണ് ഖട്കരി. എന്താണ്? കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമ ഏത് ഭാഷയാണ്? മറാഠി സിനിമയാണ് ഖട്കരി. 2023 ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിക്കിന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. കേരളത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ഏത്? നീളയാണ്. കേരളത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡിന്റെ പേര് നീള എന്നാണ്. 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിന്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്? 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിന്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്? ഗോവ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് എന്ത്? NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരമാണ്. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേരെന്താണ്? NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. ഇത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് എവിടെ? തൃശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനം എത്ര? 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനം 111. എത്രയാണ്? 111. അടുത്തത്, കഴിഞ്ഞ വർഷം 107 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ആഗോള പട്ടിണി സൂചികയിൽ കഴിഞ്ഞ വർഷം 107 സ്ഥാനമായിരുന്നു. 2023 അത് 111 പോഷകാഹാരക്കുറവ്, ശിശുമരണ നിരക്ക്, ശരീര ശോഷണം, വരൾച്ച, മുരടിപ്പ് എന്നീ സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചിക തയ്യാറാക്കുന്നത്. സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം എന്ന്? ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണം നടന്നത് എന്നാണ്? 2023 ഒക്ടോബർ 21. എന്താണ് ഗഗൻയാൻ? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. 2023 ഒക്ടോബർ 21 ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത്. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ഏത്? ജർമ്മനിയാണ്. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ജർമ്മനിയാണ്. 2023 ഒക്ടോബറിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏത്? 2023 ഒക്ടോബറിൽ മമ്മൂട്ടിയുടെ ചിത്രമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ ആര്? അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ ആര്? അഗസ്റ്റിൻ ജോസഫ് ആണ്. ആരാണ്? അഗസ്റ്റിൻ ജോസഫ്. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതി ഏത്? വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ. ഏതാണ്? യോഗ്യ. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ. ഓക്കെ, ഇനിയും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചിരിക്കരുത്, SCERT കൂടി ഫിനിഷ് ചെയ്യണം. SCERT സിലബസ് അനുസരിച്ച് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണിത്. PSC ബേസിക്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി LGSന് ആവശ്യമായിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് സിലബസും, വീഡിയോ ക്ലാസ്, PDF നോട്ട്, ഓരോ ചാപ്റ്റർ അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റ്, അത് പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഇതുൾപ്പെടെ മാത്സ് ഉൾപ്പെടെ 5 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ ഉൾപ്പെടെയാണ് ഈ ഒരു കോഴ്സ് വഴി ലഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 2 മാസത്തേക്കാണ് ഈ ഒരു കോഴ്സ് ഫീസ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം.
2023 ഒക്ടോബറിൽ ഏത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ചത്? സ്വവർഗ വിവാഹത്തിന് അനുമതി നിഷേധിച്ചത് ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യ നിഷേധിച്ചു. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏത്? 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജപ്പാനാണ്. 2023 ഒക്ടോബറിൽ ലോക മൃഗാരോഗ്യ സംഘടന പക്ഷിപ്പനി മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 ഒക്ടോബറിൽ ലോക മൃഗാരോഗ്യ സംഘടന പക്ഷിപ്പനി മുക്തമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏത്? 57 പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ്. ഏതാണ്? ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ്. സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനം ഏത്? സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുവാൻ അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. യുവാക്കളുടെ നേതൃത്വശേഷി വികസിപ്പിച്ച് അവസരങ്ങൾ ഒരുക്കുന്നതിന് നിലവിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? മേരാ യുവ ഭാരത്, മൈ ഭാരത് അല്ലെങ്കിൽ മൈ ഭാരത്. മേരാ യുവ ഭാരത് അല്ലെങ്കിൽ മൈ ഭാരത്. രണ്ട് ഓപ്ഷനും പഠിച്ചു വെക്കണം, കാരണം ഓപ്ഷനിൽ ഏത് വരും എന്നറിയത്തില്ലല്ലോ. യുവാക്കളുടെ നേതൃത്വശേഷി വികസിപ്പിച്ച് അവസരങ്ങൾ ഒരുക്കുന്നതിന് നിലവിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനമാണ് മേരാ യുവ ഭാരത് അഥവാ മൈ ഭാരത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റി തീരുമാനിച്ചത് 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെയാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കാൻ റോഡ് സുരക്ഷാ അതോറിറ്റി തീരുമാനിച്ചത് 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്ര പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായണിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്ര പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വെള്ളായണിയിലാണ്. അത് കിരീടപാലത്താണ്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് നടന്ന 28ാമത് ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള കിം ജിസോക് പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? പാരഡൈസ് എന്ന ചിത്രമാണ്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് നടന്ന 28ാമത് ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള കിം ജിസോക് പുരസ്കാരം നേടിയത് പാരഡൈസ് എന്ന ചിത്രമാണ്. ഇതിന്റെ സംവിധായകൻ പ്രസിദ്ധ ശ്രീലങ്കൻ ചലച്ചിത്രകാരനായ പ്രസന്ന വിത്താനഗെ ആണ്. പ്രസന്ന വിത്താനഗെ. എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഈ സാക്ഷി. എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഈ സാക്ഷി. ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകാർക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് കരാറുകൾക്ക് തുക ഓൺലൈനായി കൈമാറിയ ആദ്യ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. 2023 ഒക്ടോബറിൽ ടാഗോറിന്റെ അർത്ഥകായ പ്രതിമ നിലവിൽ വന്ന രാജ്യമേത്? 2023 ഒക്ടോബറിലെ ടാഗോറിന്റെ അർത്ഥകായ പ്രതിമ നിലവിൽ വന്ന രാജ്യം വിയറ്റ്നാമാണ്. വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് ആരംഭിച്ച സംസ്ഥാനം. വിദ്യാർത്ഥികൾക്കായിട്ട് ജെ ഗുരുജി ആപ്പ് ആരംഭിച്ചത് ജാർഖണ്ഡാണ്. 2023 ഒക്ടോബറിൽ ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ മലയാളി രജീന്ദ്രകുമാറാണ്. ഈജിപ്തിൽ ഒരു അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരം നടന്നു. അതിൽ 3ാം സ്ഥാനം നേടിയതൊരു മലയാളിയാണ്. ആരാണ്? രജീന്ദ്രകുമാറാണ്. സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. സുപ്രധാന സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. അന്തരിച്ച പ്രശസ്ത US കവയത്രിയും 2020 സാഹിത്യ നോബൽ ജേതാവും. അപ്പൊ 2020 സാഹിത്യ നോബൽ പ്രൈസ് കിട്ടിയത് ഒരു US-കാരിക്കാണ്. ഈ അടുത്തത് അന്തരിച്ചു. ആരാണത്? ലൂയിസ് ഗ്ലിക്ക് ആണ്. ലൂയിസ് ഗ്ലിക്ക്. 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? 2023 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരം മുംബൈ ആണ്. 2023 ഫോർബ്സ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളി ആര്? MA യൂസഫ് അലിയാണ്. 2023 ഫോർബ്സ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളി MA യൂസഫ് അലിയാണ്.
കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ മൈക്രോബിയം റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത്. ഏത് രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? ഏത് രാജ്യത്തിന്റെ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? റഷ്യയുടെ 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള 2023 സത്യജിത് റേ ആജീവനാന്ത പുരസ്കാരം നേടിയ ഹോളിവുഡ് താരം ആര്? മൈക്കിൾ ഡഗ്ലസ് ആണ്. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി 2023 സത്യജിത് റായി ആജീവനാന്ത പുരസ്കാരം നേടിയ ഹോളിവുഡ് താരം മൈക്കിൾ ഡഗ്ലസ് ആണ്. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ്. അടുത്ത വീഡിയോയിൽ അടുത്ത കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കാണാം. SCERT പഠിക്കുന്നവർക്കും മോഡൽ എക്സാംസ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.